കെ ബി ഗണേഷ് കുമാർ മാധ്യമങ്ങൾക്ക് മുമ്പിൽ തുറന്നടിച്ചു. പാർട്ടി ചെയർമാനെതിരെ മന്ത്രിയുടെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. പാർട്ടിയുടെ നേതൃത്വം ഒരു പ്രത്യേക സംഘത്തിന്റെ അതൊരു കോക്കസ് ഒരു കുറച്ച് പണക്കാർ മുതലാളിമാർ കച്ചവടക്കാർ ഈ പാർട്ടിയെ ഹൈജാക്ക് ചെയ്തിരിക്കുന്നു എന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. ചില മുതലാളിമാർ വന്നിരുന്ന് ടി വിയിലിരുന്ന് കച്ചവടക്കാരിങ്ങനെ അഭിപ്രായം പറയുകയാണ് ഈ പാർട്ടിക്ക് വേണ്ടി അഭിപ്രായം പറയുന്ന കച്ചവടക്കാർ പാർട്ടിയെ ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ്. അവരുടെ താല്പര്യങ്ങളാണ് ഇവിടെ മധ്യസ്ഥതയുടെ ഭാഗമായി മുന്നോട്ട് വയ്ക്കുന്നത്. ആ താല്പര്യങ്ങൾ സംരക്ഷിക്കേണ്ട കാര്യമില്ല. അതുപോലെ പാർട്ടിയിലെ നുഴഞ്ഞു കയറിയിരിക്കുന്ന ഇത്തരം വിഷവിത്തുകളെ ഇതിൽ നിന്ന് പുറത്താക്കണം എന്ന ആവശ്യം ഞങ്ങൾ ഉന്നയിക്കും. പാർട്ടി ചില സമുദായ സംഘടനകളുടെ കയ്യിൽ ഒതുങ്ങുന്നു എന്ന പരാതി വളരെ ശക്തമായി തുടക്കം മുതൽ അവസാനം വരെ സംസാരിച്ച എല്ലാ നേതാക്കളും ഉന്നയിക്കുകയാണ്. അതുകൊണ്ട് ഈ പാർട്ടി ഒരു സമുദായ സംഘടനയുടെയും ബ്രാഞ്ചായി പ്രവർത്തിക്കേണ്ട കാര്യമില്ല എന്ന നിലപാടിലാണ് കമ്മിറ്റി ശക്തമായ തീരുമാനം. NSS എന്നോടൊരു ഓർമ്മയും പറഞ്ഞിട്ടില്ല. 2006 യാതൊരു ജനാധിപത്യ മര്യാദകളും ഇല്ലാതെ ആരോടും ആലോചിക്കാതെ പാർട്ടിയുടെ വൈസ് ചെയർമാനായിരുന്ന വൈസ് ചെയർമാനായിരുന്ന എന്നോട് പോലും ആലോചിക്കാതെ അദ്ദേഹം ഒരു ദിവസം ഉച്ചയ്ക്ക് UDF വിട്ടതായി പ്രഖ്യാപിച്ചു. യാതൊരു പ്രകോപനവുമില്ലാതെ ഇടതുമുന്നണിയിലേക്ക് പോകാൻ അദ്ദേഹം ഒരുങ്ങി. ഞങ്ങളാരും പോയില്ല. ശ്രീ കൊടിക്കുന്നിൽ സുരേഷിനെ തോൽപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് UDFൽ ഇരുന്നു കൊണ്ട് UDF സ്ഥാനാർത്ഥിക്കെതിരെ പ്രവർത്തിച്ചു. UDF സ്ഥാനാർത്ഥികൾക്കെതിരെ കേരള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ കൊട്ടാരക്കര നിയമമണ്ഡലത്തിൽ മത്സരിച്ച് കേരള കോൺഗ്രസ്സുകാരും തോറ്റു, കോൺഗ്രസ്സുകാരും തോറ്റു. ഇതൊക്കെ ഞാനല്ല ചെയ്തത്. പാർട്ടിയുടെ പ്രവർത്തനത്തിൻ്റെ പേരിൽ പണം തട്ടാൻ ശ്രമിക്കുന്ന ആർക്കും ഗണേഷ് കുമാർ വഴങ്ങണ്ട എന്ന് ഇന്നത്തെ കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. എൻ്റെ മുൻപുള്ള തീരുമാനം അത് തന്നെ. ആ സ്റ്റാൻഡിൽ നിന്ന് ഞാൻ മാറില്ല. പാർട്ടി വളർത്തുക എന്ന് പറയുന്നത് സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ വരട്ടി അവരിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും പണം പിരിച്ച് പാർട്ടി വളർത്തുക എന്നുള്ള ശാസ്ത്രം ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. പാർട്ടി പ്രവർത്തകരെ സമ്പന്നരാക്കുക എന്നുള്ളതല്ല ഒരു മന്ത്രിയുടെ ചുമതല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് ഉച്ചയ്ക്ക് ഈ യോഗത്തിൽ പങ്കെടുത്തേക്കും എന്ന ഭയത്താൽ ജില്ലാ പ്രസിഡന്റായ ബ്രിജേഷിനെ പുറത്താക്കിയതായി പ്രഖ്യാപിക്കുന്നു. അത് ഏത് ഭരണഘടന? ഫ്ലാഷ് ന്യൂസ് കണ്ടിട്ടാണ് അദ്ദേഹം അറിയുന്നത് അദ്ദേഹത്തെ ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്ത് മാറ്റിയിരിക്കുന്നു, വേറൊരാളെ വെച്ചു എന്നറിയുന്നത്. സമൂഹ മധ്യത്തിൽ ഈ പാർട്ടിയുടെ ഇമേജ് ഇത്തരം ആളുകളുടെ ചില ഗൂഢാലോചനകൊണ്ട് ആകെ തകർന്നിരിക്കുക. ഇതുവരെ നിങ്ങൾ അറിയാത്തൊരു സത്യം ഞാൻ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ഇവിടെ തുറക്കുകയാണ്. 2011 ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മന്ത്രിസഭ ഉണ്ടാക്കാൻ തീരുമാനിച്ചപ്പോൾ ബഹുമാനപ്പെട്ട പാർട്ടി ചെയർമാൻ ശ്രീ R. ബാലകൃഷ്ണപിള്ള സാർ അദ്ദേഹം ജയിലിൽ കിടന്നുകൊണ്ട് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടു, എൻ്റെ പാർട്ടിക്ക് മന്ത്രിസ്ഥാനം വേണ്ട, ഗണേഷ് കുമാറിനെ മന്ത്രിയാക്കരുത് എന്നാവശ്യപ്പെട്ടു. ഇതൊരു സത്യമാണ്, ഇതൊരു സത്യം. അപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്നെ വിളിച്ചു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ വാക്ക് ഞാൻ തുറന്നു പറയണം. ഇനി എനിക്ക് ഒളിച്ചു വെച്ച് കൊണ്ട് നടന്ന് എനിക്ക് ഈ ദുരിതം സഹിക്കാൻ വയ്യാത്തതുകൊണ്ട് പറയുന്നത്. അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ താങ്കളെ മന്ത്രിയാക്കണ്ട എന്ന് പറഞ്ഞ് പാർട്ടി ചെയർമാൻ ശ്രീ ബാലകൃഷ്ണപിള്ള സാർ ഒരു ബഹളം തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, സാർ മുഖ്യമന്ത്രിയോട് ഞാൻ പറഞ്ഞ വാക്കാണ്, ഇത് ഞാൻ തുറന്നു പറയാണ്, ഹൃദയം തുറന്നു പറയാണ്, സാർ എന്നെ ഒഴിവാക്കണം, ഞാൻ മന്ത്രിയാകാനില്ല. 2001 ബഹുമാനപ്പെട്ട ആന്റണി സാറിനെ അപമാനിച്ചതുപോലുള്ള ചില പ്രസ്ഥാനങ്ങളുമായി അദ്ദേഹം പുറത്തു വരും. അത് മൊത്തത്തിൽ ഈ സർക്കാർ നാണക്കേടുണ്ടാകും. 2-3 അംഗങ്ങളുടെ ഭൂരിപക്ഷം മാത്രമുള്ള ഈ സർക്കാർ എൻ്റെ പേരിൽ ഒരു ചീത്തപ്പേരുണ്ടാക്കാൻ പാടില്ല. അതിനാൽ സ്വയമേവ ഞാൻ വ്യക്തിപരമായ കാരണങ്ങളാൽ മന്ത്രിസഭയിൽ ചേരാതെ മാറി നിൽക്കുന്നു, UDFന് പിന്തുണ നൽകാം എന്ന കത്ത് ഞാൻ അങ്ങേക്ക് കൊണ്ടുതരാം എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. ഇതൊരു സത്യമാണ്, ഇതൊരു സത്യം. ഈ സത്യം ഇനി പറഞ്ഞില്ലെങ്കിൽ ആളുകൾ വിചാരിക്കും ഞാൻ ഇപ്പോഴല്ല അനഭിമതനായത്. പാർട്ടി ചെയർമാനും കൂടെ നടക്കുന്നവർക്ക് ഞാൻ ഇപ്പോഴല്ല അനഭിമതനായത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 22,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ പത്തനാപുരം തെരഞ്ഞെടുപ്പ് വന്ന കേരള കോൺഗ്രസ് ബിയുടെ MLA ആയ ഞാൻ എന്തുകൊണ്ട് മന്ത്രിയാക്കണ്ട എന്ന് പറഞ്ഞു എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്. അനഭിമതനായത് ഇപ്പോഴല്ല, അദ്ദേഹം ജയിലിൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ തന്നെ ഞാൻ അനഭിമതനായി. ഈ മന്ത്രിസ്ഥാനം ഏറ്റെടുക്കുന്നുണ്ട്, ഞാൻ അനഭിമതനായി, എനിക്ക് കൊടുക്കരുത് മന്ത്രിസ്ഥാനം എന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്നോട് പറഞ്ഞു, അന്ന് അദ്ദേഹം പറഞ്ഞു, UDFലെ മറ്റ് കക്ഷികളുമായി ഞങ്ങൾ ആലോചിച്ചു, അവരുടെ നിർദ്ദേശം ഗണേഷ് കുമാറിനെ പോലെ ഒരാളെ മന്ത്രിസഭയിൽ നിന്ന് മാറ്റി നിർത്താൻ പാടില്ല എന്ന്. അതുകൊണ്ട് മറ്റന്നാൾ സത്യപ്രതിജ്ഞ ചെയ്യാൻ നിങ്ങൾ റെഡിയായിക്കോളൂ എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ റെഡിയായത്. എന്നെ നിയമിക്കാനുള്ള കത്തൊന്നും കേരള കോൺഗ്രസ് ബി മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടില്ല. ആ സത്യം ഇനിയെങ്കിലും കേരളത്തിലെ ജനങ്ങൾ അറിയണം. ദൈവത്തിനെ സാക്ഷി നിർത്തി, കേരളത്തിലെ ജനങ്ങളെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു, അങ്ങനെ ഒരു കത്ത് കൊടുത്തിട്ടില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് എന്നെ മന്ത്രിയാക്കരുതെന്നാണ് ആവശ്യപ്പെട്ടത്. അങ്ങനെ ഒരു തർക്കം വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ഫോണിലൂടെ സംസാരിച്ച് ഞാൻ പറഞ്ഞു, സാർ ഞാൻ അങ്ങേക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല, ഞാൻ വ്യക്തിപരമായ കാരണങ്ങളാൽ മന്ത്രിസഭയിലേക്ക് പ്രവേശിക്കുന്നില്ല എന്ന് എഴുതി തരാം അങ്ങേക്ക്, ഞാൻ UDFന് പിന്തുണയും ഞാൻ എഴുതി തരാം എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹമാണ് പറഞ്ഞത് അത് വേണ്ട, ഇനി ഇത് സഹിച്ചു നടക്കാൻ മനുഷ്യനായി എനിക്ക് പറ്റത്തില്ല, ഞാൻ കുറ്റക്കാരനല്ല, അധികാരം വേണ്ടെന്ന് പറഞ്ഞവനാണ് ഞാൻ. എൻ്റെ പിതാവിൻ്റെ അനുഗ്രഹം വാങ്ങാൻ ജയിലിലേക്ക് ഞാൻ കടന്നു ചെന്നപ്പോൾ ജയിൽ ജീവനക്കാരോട് ചോദിക്കണം, നിന്റെ MLA സ്ഥാനം ഞാൻ റദ്ദാക്കുമെന്നാണ് അദ്ദേഹം ആദ്യം എന്നെ അനുഗ്രഹിച്ചത്. ഇനി ഇത് തുറന്നു പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ഞാൻ ജയിച്ച് 22,000 വോട്ടിന് പത്തനാപുരത്ത് ജനങ്ങൾ ജയിച്ച് കാലി തൊട്ട് തൊഴാൻ ചെല്ലുമ്പോൾ എന്നോട് പറഞ്ഞത് നിന്റെ MLA സ്ഥാനം ഞാൻ റദ്ദാക്കുമെന്നാണ്. ഈ സത്യം ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഞാൻ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ എന്തോ ഒരു കുഴപ്പക്കാരനാണെന്നാണ്. അങ്ങനെ ആരും ധരിക്കണ്ട.
പാർട്ടി പിളർത്താതെ പാർട്ടിയെ ശക്തമാക്കാൻ വളർത്താൻ കഴിയുമോ എന്നാണ് ആലോചിക്കുന്നത്.